വാട്ട് ഈസ് മെൻ ബൈ നാച്ചുറോപ്പതി അല്ലെങ്കിൽ പ്രകൃതി ചികിത്സ എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അറിയുന്ന രൂപത്തിൽ പറയാം കൃഷ്ണദാസ് സർ, അറിയുന്ന രൂപത്തിൽ എന്താണ് പ്രകൃതി ജീവനം അല്ലെങ്കിൽ എന്താണ് പ്രകൃതി ചികിത്സ? മാഡം പറയും മാഡം, രാധിക മാഡം. പ്രകൃതി ചികിത്സ എന്താണ്? ചികിത്സ, പ്രകൃതി ജീവനം. അതാണ് പോയിന്റ്. അതാ ശിവേട്ടൻ പറഞ്ഞു. നമ്മൾക്കുണ്ടാവുന്ന ഇത് ചികിത്സയല്ലേ? നിങ്ങൾക്ക് എന്തിനാ വന്നിരിക്കുന്നത്? തെറപ്യൂട്ടിക്കൽ അല്ലെങ്കിൽ തെറപ്പി, ചികിത്സ അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണല്ലോ. ആ താല്പര്യം കൊണ്ടല്ലേ വന്നത്. നമ്മൾക്കുണ്ടാവുന്ന ശാരീരിക മാനസിക പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ അതായത് പ്രകൃത്യാ, നാച്ചുറൽ, പ്രകൃതിയുടെ വഴിയിൽ, പ്രകൃതിയുടെ രൂപത്തിൽ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ജീവിത രീതിയാണ് പ്രകൃതി ചികിത്സ. അപ്പൊ പ്രകൃതിയിൽ എന്തൊക്കെ മൂലകങ്ങളുണ്ട്? 5 എലമെന്റ് തിയറി. അതെന്താണ്? 5 ഭൂതങ്ങൾ എന്തൊക്കെയാണ്? ആ പഞ്ചഭൂതങ്ങളുടെ ഏകീകരണം അല്ലെങ്കിൽ ക്രോഡീകരണം അത് ശരിയാക്കുമ്പോഴാണ് ജീവൻ മെറ്റബോളിക്, അതായത് ഉപാപചയം അല്ലെങ്കിൽ ബാലൻസ് ആയിരിക്കുന്നത്. അതിൽ താളപ്പിഴകൾ ഉണ്ടാവുന്നതാണ് രോഗങ്ങൾക്ക് കാരണം. ആ താളപ്പിഴകളെ ശരിയാക്കുന്ന ജീവിതക്രമത്തെയാണ് പ്രകൃതി ജീവനം അഥവാ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത്. കാരണം ഏതെന്നാണോ 5 മൂലകങ്ങളുടെ പേര് പറയും. അതായത് പഞ്ചഭൂതകങ്ങൾ. ജലം അല്ലേ? ഈ 5 നമ്മുടെ ജീവിതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തൊക്കെയാണ് അത് പറയും. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഭൂമിയായിട്ട് നമ്മുടെ എന്താ ബന്ധം? ഭൂമി തത്വന്നോ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളിലെ ഭൂമി, വായു, അഗ്നി എന്ന് പറയും. ഈ ഭൂമി എന്താണ്? എർത്ത്. അതെ, ശരീരം തന്നെ പഞ്ചഭൂതമാണ്. ഇതിലെ ഭൂമി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ശരീരത്തിലേക്ക് ഗുണം ചെയ്യുന്നത്? ഭൂമി തത്വം അല്ലെങ്കിൽ ഭൂമി, എർത്ത്. മണ്ണ് ശരിയാണ്. വെള്ളം, മണ്ണ് ശരി. ജലം എങ്ങനെയാണ്? ഭൂമി, ശരീരം, മണ്ണ്, ജലം. ജലം. പിന്നെ അടുത്തത് വായു എവിടെയാണ്? ജീവിക്കാൻ പറ്റില്ല. അപ്പൊ വായു ഉണ്ട്. അഗ്നി എവിടെയാണ്? ജഠരാഗ്നി. പിന്നെ സൂര്യൻ. ഒരു സ്പേസ് അല്ലെങ്കിൽ ജീവൻ ഇരിക്കാൻ പറ്റില്ല. അപ്പം ഈ അഗ്നി അല്ലെങ്കിൽ താപം, ടെമ്പറേച്ചർ എവിടെയാണ് നമുക്കുള്ളത്? ഭക്ഷണം ദഹിപ്പിക്കാൻ മാത്രമാണോ? അല്ല. ജീവൻ നിലനിൽക്കണമെങ്കിൽ സം ടെമ്പറേച്ചർ, സം പ്രഷർ അല്ലെങ്കിൽ സം എന്താ പറയുക, താപം നമ്മളിൽ ഉണ്ടായിരിക്കണം. അപ്പം താപം മനസ്സിലായി. ഇനി ആകാശം എവിടെയാണ് നമുക്കുള്ളത്? ആകാശമുണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ആകാശം എവിടെയാണ്? യെസ്. അതായത് ഓരോ കോശങ്ങളും അല്ലെങ്കിൽ ഓരോ ടിഷ്യൂ അല്ലെങ്കിൽ കല അല്ലെങ്കിൽ ഓർഗൻ എന്നുള്ളത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സം സ്കൈ, അതായത് ആകാശത്തിൻ്റെ ഉള്ളിലാണ്. ഈവൻ തലയോട്ടി അല്ലെങ്കിൽ ഏതെടുത്താലും ശരി, അത് കോശങ്ങളുടെ കുറിച്ച് വളരെ നന്നായി പഠിച്ചാൽ മനസ്സിലാവും. ഒരു കോശത്തിനകത്ത് തന്നെ ഈ 5 ഉണ്ട്, പഞ്ചപ്രാണനുണ്ട്. ഓക്കെ, അറിയുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പം ഈ താപത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവുമ്പോഴാണ് എന്തു വരുന്നത്? മർദ്ദത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവുമ്പോഴാണ് എന്തു വരുന്നത്? ഓർഡർ, ഡിസോർഡർ, ആരോഗ്യം, അനാരോഗ്യം. ആരോഗ്യ തകരാറുകളാണ് അനാരോഗ്യം. ആരോഗ്യത്തിൻ്റെ തകരാറാണ് അനാരോഗ്യം. ഈ ആരോഗ്യ തകരാറാണ് രോഗങ്ങൾ എന്ന് പറയുന്നത്. എവിടെയാണോ ആരോഗ്യ തകരാറുണ്ടാവുന്നത് അവിടെ അതിന് പേര് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ ചികിത്സകൾ കണ്ടെത്തുന്നു. പ്രകൃതി ചികിത്സയിൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആ രോഗങ്ങളെയല്ല എന്താണോ അതിന് കാരണം, ഈ 5 പഞ്ചഭൂതങ്ങളിൽ ഏതിൻ്റെ കുറവോ കൂടുതലോ അല്ലെങ്കിൽ താളപ്പിഴയോ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കലാണ് പ്രകൃതി ചികിത്സയിൽ ചെയ്യുന്നത്. അപ്പം തലവേദനയുള്ള ആൾക്ക് എങ്ങനെയാണ് പ്രകൃതി ചികിത്സയിൽ, എനിക്ക് തലവേദനയാണ്, ഞാൻ അതിൻ്റെ ആഴത്തിൽ പോയ വീണ്ടും നമുക്ക് വേഗം നിങ്ങൾക്കൊരു ഔട്ട്പുട്ട് കിട്ടണം, അതുകൊണ്ട് ഞാൻ മാറുകയാണ്.
ഒരു തലവേദനയ്ക്ക് എങ്ങനെയാണ് ഈ പഞ്ചഭൂതങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ശരീരത്തിന് ഗുണമാവുന്നത്? ബോഡി ചൂടാവുമ്പോഴാണ് തലവേദന വരുന്നത്. തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ചികിത്സ ചെയ്യുന്നത്. അപ്പം തല ചൂടാവുന്നു. എന്തുകൊണ്ട് തല ചൂടാവുന്നു? മലബന്ധമാവാം, ദഹന പ്രശ്നങ്ങളാവാം, ആവാം. ഓക്കെ. അപ്പം അതിനെ ശരിയാക്കാനുള്ള വഴി പഠിപ്പിക്കൽ, മനസ്സിലാക്കലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രകൃതി ചികിത്സയിൽ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതിന് നമ്മളുള്ള ചികിത്സാ രീതികൾ നമുക്കറിയാം. പക്ഷെ ആരെങ്കിലും നിങ്ങളൊരു കോഴ്സിന് പോയി ആ കോഴ്സൊക്കെ കഴിഞ്ഞു ഒരാൾ ചോദിക്കുകയാണ് എന്താണ് നാച്ചുറോപ്പതി, ഈ സിറ്റ് അപ്രൂവ്ഡ്, ഇത് അംഗീകരിച്ചതാണോ, അല്ല ഇത് ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരുന്നതാണോ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? ഇതെങ്കിലും നമ്മൾ പഠിക്കണ്ടേ? ഇനി കുറേ തത്വങ്ങളുണ്ട്. ആ തത്വങ്ങൾ അറിയോ? ഇത് അറിയാണ്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാറ്റിനും ഓരോ തത്വമുണ്ട്. ലംഘനം പരമൌഷധം, അത് ആരുടെ തത്വമാണ്? അതായത് നമ്മുടെ സിസ്റ്റം ഓഫ് മെഡിസിൻ, ചികിത്സാ രീതികൾ അറിയാമല്ലോ. ഏതൊക്കെയാണ് ചികിത്സാ രീതികൾ? അലോപ്പതി, അത് പരക്കേ ഉള്ളതാണ് അലോപ്പതി. അല്ലാതെ ആയുഷ്, ടീച്ചർ പറഞ്ഞു ആയുഷിൻ്റെയാണ്. ഞാൻ യോഗ TTC കഴിഞ്ഞു. എന്താണ് ഈ ആയുഷ്? സിദ്ധ ഹോമിയോ. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള ചികിത്സാ രീതികളിലെ ഒന്നാണ് എന്ത്? യോഗ, നാച്ചുറോപ്പതി. അത് ഉറപ്പാണല്ലോ അല്ലേ? എങ്കിൽ ഈ 5ഉം അറിയെങ്കിൽ ഇതിനൊക്കെ ഓരോ തത്വങ്ങളുണ്ട്, ആപ്തവാക്യങ്ങളുണ്ട്. ആയുർവേദത്തിൻ്റെ ആപ്തവാക്യം എന്താണ്? അതെ, അതന്നെ ഞാൻ ഇപ്പം ലംഘനം പരമൌഷധം. ആ വാക്കിനർത്ഥം രോഗങ്ങൾ ഉണ്ടാവുമ്പോൾ, അനാരോഗ്യം ഉണ്ടാവുമ്പോൾ, അസ്വസ്ഥത ഉണ്ടാവുമ്പോൾ ആയുർവേദ വിധി പറയുന്നത് നിങ്ങൾ ലംഘനം, ഫാസ്റ്റിംഗ് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, ഒന്നും കൊടുക്കാതിരിക്കുക. അതാണ് ഏറ്റവും നല്ല മരുന്ന്. പരമ ഔഷധം പറഞ്ഞാൽ ദി ഗ്രേറ്റ് മെഡിസിൻ ഈസ് ലംഘനം, ഉപേക്ഷിക്കുക. അത് നമ്മുടെ അല്ല, പക്ഷെ നമ്മളാണത് ചെയ്യുന്നത്. ഫുഡ് ഈസ് മെഡിസിൻ ആരുടെയാണ്? അലോപ്പതിക്കാരുടെയാണ്. ദി ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ ഈസ് ഹിപ്പോക്രാറ്റസ്, ഗ്രേറ്റ് ഹിപ്പോക്രാറ്റസ്. അദ്ദേഹത്തിൻ്റെ വാക്കാണത്. നിന്റെ ഭക്ഷണം ആണ് നിന്റെ മരുന്ന്. അത് ഫോളോ ചെയ്ത് ജീവിതത്തിൽ പകർത്തിയത് ഗാന്ധിജിയാണെന്ന് മാത്രം. അപ്പം നാച്ചുറോപ്പതി എന്താണ് പറയുന്നത്? നാച്ചുറോപ്പതിയിൽ കുറേ തത്വങ്ങളുണ്ട്. ആ തത്വങ്ങൾക്കനുസരിച്ചിട്ട് വേണം നാച്ചുറോപ്പതിയിൽ ചികിത്സ കൊടുക്കാൻ. നാച്ചുറോപ്പതി നമ്മൾ പഠിക്കണം. നാച്ചുറോപ്പതി എന്താണെന്ന് മനസ്സിലാക്കണം. എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കുറയ്ക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ നാച്ചുറോപ്പതിയുടെ, പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാന തത്വങ്ങൾ കുറേ എണ്ണമുണ്ട്. അതിലേതെങ്കിലും ഒന്ന് പറയുക തന്നെ വേണം. രോഗകാരണം രോഗാണുമല്ല. നല്ല പോയിന്റാണ്. പിന്നെ അടുത്തത് രോഗകാരണം രോഗാണുമല്ല. പിന്നെന്താണ്? രോഗകാരണം രോഗങ്ങൾക്ക് കാരണം രോഗാണുമല്ല, അല്ലെങ്കിൽ രോഗകാരണം രോഗാണുക്കളല്ല. പിന്നെന്താണ്? മാലിന്യങ്ങളാണ്. ഫോറിൻ ബോഡി അല്ലെങ്കിൽ ഫോറിൻ മെറ്റീരിയൽ, ടോക്സിൻസ്, എന്ത് വേണമെങ്കിലും പറയും. അടുത്ത പോയിന്റ്, രോഗം ശത്രുവല്ല മിത്രമാണ്. ഡിസീസ് നോട്ട് എനിമി, ഇറ്റ് ഈസ് ഫ്രണ്ട്ലി. 2. ഇനിയൊന്ന് 10 എണ്ണം ഉണ്ട്. അത്യാവശ്യമെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം. ഇത് ബേസ് ചെയ്തുകൊണ്ട് വേണം അടുത്തത് കൂടെ അറിയണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രകൃതി ചികിത്സ പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും പറ്റുള്ളൂ. അടുത്തത് എന്താണ്? ഒന്ന്, അതായത് ഒരു പ്രത്യേക അവയവത്തിനുള്ളതല്ല പ്രകൃതി ചികിത്സ. ശരീരം മൊത്തം, ശരീരത്തിനും മനസ്സിനും മൊത്തമായിട്ടുള്ളതാണ് പ്രകൃതി ചികിത്സ. ഒരു പ്രത്യേക അവയവത്തിനല്ല. കണ്ണിനുള്ള ചികിത്സ, മൂക്കിനുള്ള ചികിത്സ, ചെവിക്കുള്ളത്, തലയ്ക്ക്, കൈ, കാല് എന്നുള്ളതല്ല. മൊത്തം ശരീരത്തിലേക്കുള്ള ഒരൊറ്റ ചികിത്സയാണ് പ്രകൃതി ചികിത്സ.